ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ, പലതരം ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു. അതില് ഇന്ന് മാനസിക ബൗദ്ധിക ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ചുരുക്കി ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനെ വെച്ച് നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം. Mental relationships sustain inner balance and purposeful living. മാനസിക ബൗദ്ധിക ബന്ധങ്ങൾ വാസനകളെ പ്രദർശിപ്പിക്കുന്ന ധർമ്മബന്ധം ജീവിത ഉദ്ദേശത്തിനനുസരിച്ച് ഓരോ അവസരത്തെയും അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നു. വഴക്കതഴക്കങ്ങളെ പ്രദാനം ചെയ്യുന്ന ശീലബന്ധം ഒരു ധർമ്മത്തെ മിതശ്രമത്തിലൂടെ നടപ്പിലാക്കാൻ സഹായിക്കുന്നു. വിശ്വാസജ്ഞാനങ്ങൾക്ക് കാരണമാകുന്ന സ്മൃതിബന്ധം ജീവിത രീതിയെ ചാക്രികമായി കൊണ്ടുപോകുന്നു. ഭാവനായുക്തികളുടെ തട്ടകമായ ജാഗ്രതാബന്ധം ഇന്ദ്രിയാനുസരണം വർത്തമാന സന്ദർഭവുമായി അനുരൂപത്തിലാകാൻ സഹായിക്കുന്നു. പെരുമാറ്റ കർമ്മരൂപങ്ങളെ ആവിഷ്കരിക്കുന്ന പ്രത്യാശാബന്ധം ഭാവി ജീവിതത്തിലേക്ക് നയിക്കുന്നു. ജീവിതാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന വിവിക്ത നിയുക്ത ബന്ധം ഭാവിയെ നിർണയിക്കുന്നു. ഇവയോരോന്നിനെയും ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന വൈകാരിക ബന്ധം ശാരീരിക കാലാവസ്ഥയെ നിർണയിക്കുന്നു. ഈ ബന്ധങ്ങൾ ചേർന്നാണ് മനസ്സ് സ്ഥിരതയും സമത്വവും കൈവരിക്കുന്നത്. മനസ്സെന്നുള്ളത് നമുക്ക് ഏത് കാലത്തും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒന്നാണ്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. മനസ്സെന്ന് പറയുന്നത് പുതിയ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പറയാം. മനസ്സെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ ആസൂത്രണ സംവിധാനം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ധർമ്മത്തിനനുസരിച്ചൊരു പ്രവർത്തന സംവിധാനമുണ്ടല്ലോ. ആ പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണം, ഇപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ത്രികാലങ്ങളിൽ നിന്നുകൊണ്ട് എന്തായിരുന്നു, എന്താണ്, ഇനി എന്തു വേണം എന്നുള്ളതിന്റെ ആ വർത്തമാന കാലത്തിനനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ആസൂത്രണ സംവിധാനത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. ആസൂത്രണം ചെയ്യാനുള്ള ബോധത്തിന്റെ ശേഷിയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് മനസ്സിന് ഒട്ടേറെ ധർമ്മങ്ങളുണ്ട്, ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണോ ഈ സത്തയുടെ, ഈ ജീവിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ജീവിതധർമ്മം, ജീവിതത്തിന്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം. അത് നടപ്പിലാക്കാനായിട്ട് ആദ്യം ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത് ധർമ്മവുമായിട്ടാണ്, ജീവിതത്തിന്റെ ധർമ്മവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ ജീവിത ധർമ്മവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വാസനകളുടെ രൂപത്തിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള വാസന, ഇപ്പോ പുല്ല് തിന്നാനുള്ള വാസന പശുവിനാണ് ഉണ്ടാവുക, മാംസം തിന്നാനുള്ള വാസന പട്ടിക്കാണ് ഉണ്ടാവുക. അപ്പൊ ഇത് അവരുടെ ധർമ്മം ചെയ്യാനുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആഹാരം എന്ന് വെച്ചാൽ ആഹരിക്കലാണ്, പരിസരത്തുള്ളതിനെ തിന്നു തീർക്കലാണ്. ഞാൻ ബേസിക് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരു ധർമ്മത്തെ പറയുന്നു എന്ന് മാത്രം. അപ്പൊ ആ ഒരു ധർമ്മം ചെയ്യാൻ പാകത്തിലുള്ള ശരീരാവസ്ഥയും ആ ശരീരം കൊണ്ട് ആ ധർമ്മം ചെയ്യാൻ നടപ്പിലാക്കാനായിട്ട് അതിനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കലും ചെയ്യലാണ് ആദ്യം ചെയ്യുന്നത്. അതാണ് വാസനയായിട്ട് വെളി വരുന്നത്. അപ്പൊ വാസനകളെ പ്രദർശിപ്പിക്കുന്ന ധർമ്മബന്ധം ജീവിത ഉദ്ദേശത്തിനനുസരിച്ച്, പർപ്പസിനനുസരിച്ച് ഓരോ അവസരത്തെയും അഭിമുഖീകരിക്കാൻ ശീലിപ്പിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ഓരോ സന്ദർഭം വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ ധർമ്മബന്ധമാണ്. ഇനി അപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞു, ധർമ്മബന്ധം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ ഏറ്റവും അകത്തുള്ള ഒരു തലമാണ്. അത് പ്രദർശിപ്പിക്കുന്നത് വാസനകളെയാണ്. ഈ തലത്തെ നമുക്കറിയാം, മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന തലത്തിൽ നമുക്കറിയാം, ഇതിനെ പറയുന്നത് സഹജാവബോധം എന്നാണ്. ഇന്നേറ്റ് കോൺഷ്യസ്നെസ് എന്നാണ് നമ്മൾ പറയാം. ഇനി അതിന്റെ വെളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശിക്ഷിതാവബോധത്തിൻ്റെതായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഇതിനെ കാണുന്നു. അവിടെ ശീലബന്ധമാണുള്ളത്. അതായത് ഒരു ധർമ്മത്തെ മിതശ്രമത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശീലം.
നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം മുതൽ അതിനെ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി അതിന്റെ ഡിഫിക്കൽട്ടീസിലെല്ലാം കടന്നു പോകണം. ആ സമയത്ത് ഇത്രയേറെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ഊർജ വ്യയം, സമയവ്യയം, ധാതുക്കളുടെ വ്യയം ഇതെല്ലാം ഉണ്ടാവും. അതിനു പകരം ഇതിനൊരു പ്രവർത്തന വൃത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രവർത്തന വൃത്തത്തിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധർമ്മങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് ഈസി ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശീലബന്ധം എന്നുള്ളൊരു ബന്ധം ഉണ്ടായിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ ശീലത്തിനനുസരിച്ച് വഴിപ്പെടാൻ വേണ്ടിയുള്ള നമുക്കുള്ള ഒരു വഴക്കമുണ്ട്. ആ വഴക്കമാണ് നമ്മുടെ ശീലപ്പെടാനുള്ള ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ഈ വഴക്കമുള്ളവർക്കാണ് ഒരു കാര്യത്തെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാക്കുക. അങ്ങനെയുള്ളവർക്കാണ് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് തഴക്കമുണ്ടാവുക. നമ്മളിപ്പോ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും വഴക്കമുണ്ടാവില്ല. വഴക്കമില്ലാത്തവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും തഴക്കമാവുകയുമില്ല. എങ്കിലും ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊരു തഴക്കമായിട്ട് മാറും. അതിലൂടെയാണ് നമ്മളൊരു ശീലത്തിലേക്ക് എത്തുക. ഈ ശീലബന്ധം എന്നുള്ളത് ശരീരം നടപ്പിലാക്കുന്നത് വെച്ചാൽ മിതശ്രമത്തിന് വേണ്ടിയിട്ടാണ്, ലീസ്റ്റ് എഫേർട്ടിന് വേണ്ടിയിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിനെ വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ തലം എന്ന് വെച്ചാൽ സഹജാവബോധത്തിന് ശേഷം ശിക്ഷിതാവബോധത്തിന്റെ തലം. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ അവബോധ മനസ്സെന്നാണ് പറയുക, അവബോധ മനസ്സിന്റെ തലം. ഇനി അടുത്ത ഒരു തലം എടുക്കുകയാണെങ്കിൽ വിശ്വാസജ്ഞാനങ്ങൾക്ക് കാരണമാകുന്ന സ്മൃതിബന്ധം ജീവിത രീതിയെ ചാക്രികമായി കൊണ്ടുപോകുന്നു. എന്താണ് സ്മൃതി എന്ന് പറയുന്നത്? സ്മൃതി എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ പാടുകളാണ്. ഇതിനു മുമ്പ് ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ അനുഭവങ്ങളുടെ പാടുകൾ, മുറിപ്പാടുകൾ, നമ്മളിപ്പോ കടൽത്തീരത്തൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ നടന്നതിന്റെ കാൽപ്പാട് അവിടെ ഉണ്ടാവുമല്ലോ. ആ കാൽപ്പാടാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇതിനു മുമ്പുണ്ടായ അനുഭവത്തിന്റെ പാട്. ആ സ്മൃതികളുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്തിനാണ്? നമ്മൾ സ്മൃതിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഭവത്തിലൂടെ കടന്നു പോയതിനോട് പൊരുത്തമായതിന്റെ, ഈ പാടുണ്ടായി എന്ന് പറയുന്നത് അതിനോട് പൊരുത്തപ്പെട്ടതാണ്, ആ അവസ്ഥയോട് പൊരുത്തപ്പെട്ടതാണ്. ആ പൊരുത്തമായതിന്റെ ഓർമ്മയാണ്. ആ പൊരുത്തമായതിന്റെ ഓർമ്മ എന്തിനാണ് ഉപകരിക്കുക? നേരത്തെ പറഞ്ഞു നമ്മള് മിതശ്രമത്തിലൂടെ ശീലം നടപ്പിലാക്കിയത്. ആ മിതശ്രമം എന്താ? ഒരിക്കൽ ആ വഴി പോയപ്പോൾ അവിടെ ഒരു വഴിത്താര ഉണ്ടായി. വീണ്ടും ആ വഴി പോകുന്ന സമയത്ത് ആ വഴിത്താരയിലൂടെ പോകാനുള്ള സൗകര്യം നമുക്കുണ്ടാവുന്നു, ഈസിനെസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു തവണ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ആ വഴിത്താരയിലൂടെ പോകാനാണ് ശ്രമിക്കുക. കാരണം അവിടെ വഴി വെട്ടേണ്ട കാര്യമില്ല, പുതിയ രീതി, പഴയ ആ രീതി അവിടെ കിടക്കുന്നുണ്ട്, അതും ഫോളോ ചെയ്താൽ മതി. അപ്പൊ അതുപോലെ തന്നെ ആ വഴിത്താര എന്നുള്ള സാധനമാണ് സ്മൃതി. ആ വഴിത്താര എന്നുള്ള രീതിയിൽ നമ്മുടെ പഴയ അനുഭവങ്ങളുടെ പാടുകൾ അവിടെ കിടക്കുന്ന സമയത്ത് ആ പാടുകൾക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി, നമ്മുടെ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടിയുള്ള മനസ്സിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു പ്രവർത്തന തത്വമാണ് ഈ സ്മൃതിബന്ധം എന്ന് പറയുന്നത്. ഈ സ്മൃതിബന്ധം നമ്മളിൽ ഉരുവാക്കുന്നത് എന്താണ്? ഏത് രൂപത്തിലാണ് അത് വെളിപ്പെടുക? ഈ സ്മൃതികളുടെ ആകത്തുകയാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് നിൽക്കുന്നത്. സ്മൃതികൾക്കകത്ത് ഇന്റലിജൻസ് കയറ്റി വെച്ചിട്ട് ഇത് ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനം ചെയ്യുന്നിടത്താണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ബുദ്ധി പ്രവർത്തിക്കുന്നത് ഈ വിശ്വാസജ്ഞാനങ്ങൾക്കനുസരിച്ചാണ്. സ്മൃതികളുടെ, ഓർമ്മകളുടെ പ്രവർത്തനപരമായ ഒരു തലമാണ് ബുദ്ധി ആയിട്ടും വിശ്വാസമായിട്ടും ഒക്കെ വരുന്നത്. ജ്ഞാനമായിട്ടും ബുദ്ധിയായിട്ട് വരുന്നത് ഇതിന്റെ പ്രായോഗികതയിൽ അപ്പുറത്ത് വരുന്നുണ്ട്. വിശ്വാസമായിട്ടും ജ്ഞാനമായിട്ടും വരുന്നത് ഈ സ്മൃതിയുടെ ബന്ധമാണ്. ഇനി അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അത് ആ ജീവി എന്നുള്ള തലത്തിലേക്ക് വരും. ജീവി എന്നുള്ള തലത്തിലേക്ക് വരുന്ന സമയത്ത് ജാഗ്രതയിലാണ് ജീവി ഉണർന്നിരിക്കുന്നത്. ഞാൻ എന്നുള്ള ജീവി ഉണർന്നിരിക്കുന്ന ഒരു തലമാണ് ജാഗ്രതാബന്ധം. ആ ജാഗ്രതാബന്ധത്തിലാണ് നമ്മൾ ജീവിതത്തിന്റെ വർത്തമാനകാലങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ആ വർത്തമാനകാലത്തിൽ ഒന്ന് ഭാവനയാണ്. നമുക്ക് ഈ ഒരു കാര്യം കണ്ടു, അതിങ്ങനെ ആയിരിക്കും എന്നുള്ള ഭാവന. അതല്ലെങ്കിലോ അത് ഇങ്ങനെയായിരിക്കും ഭാവന ചെയ്യുന്നതിന് പകരം ഇതിനു മുമ്പുള്ള ജ്ഞാനം, വിശ്വാസം വെച്ചിട്ട് ഇത് അങ്ങനെയല്ലല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന രീതിയിലുള്ള ആഖ്യാനം. ഈ ആഖ്യാനങ്ങളും ഭാവനകളും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന തൽക്ഷണ ബോധത്തെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഇത് പ്രദാനം ചെയ്തു നമ്മുടെ ഉള്ളിലെ ഭാവനകൾ, യുക്തികൾ, ഇതിന്റെ തട്ടകമായിട്ടുള്ള ഈ ജാഗ്രതയുടെ ബന്ധമാണ് ഇന്ദ്രിയത്തിനനുസരണം. ഇന്ദ്രിയങ്ങളിൽ നടന്നു ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയ അനുസരണം വർത്തമാന സന്ദർഭവുമായിട്ട് അനുരൂപമാകാൻ നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അതാണ്. എന്തിന്റെ വെളിച്ചത്തിലാണ്? നമ്മുടെ വിശ്വാസജ്ഞാനങ്ങളുടെ വെളിച്ചത്തിൽ.
ശീലങ്ങളുടെ വെളിച്ചത്തിൽ, നമ്മുടെ വാസനകളുടെ വെളിച്ചത്തിൽ ഇതൊക്കെ അകത്ത് കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ പൊരുത്തമാകാൻ, വർത്തമാന സമയത്ത് പൊരുത്തമാകാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ധാരണ നമ്മൾ ഈ വർത്തമാന നിമിഷത്തിൽ പൊരുത്തമാകുന്നു, ബാക്കിയൊന്നും പ്രസക്തമല്ല എന്ന്. പക്ഷെ ഇതിന്റെ എല്ലാം വെളിച്ചത്തിലേ നമ്മൾ പൊരുത്തമാവുകയുള്ളൂ. ഇനി അത്രയും കൂടി തീരുന്നുണ്ടോ? ഇല്ല. പെരുമാറ്റ കർമ്മരൂപങ്ങളെ ആവിഷ്കരിക്കുന്ന പ്രത്യാശാബന്ധം ഭാവി ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഇതല്ല വേണ്ടത്, ഇനി ഇന്നതാണ് വേണ്ടത്, എനിക്കിന്നതാണ് വേണ്ടത്, ഇതിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശാബന്ധം നമ്മളെ കൊണ്ടെത്തിക്കുന്ന എവിടേക്കാണ്? അതിനനുസരിച്ച് ഇപ്പൊ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക. അതുപോലെ അങ്ങോട്ടേക്ക് പോകുവാൻ വേണ്ടിയുള്ള പെരുമാറ്റം, കർമ്മം, ഈ വക കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്നത്, അതിനെ ആവിഷ്കരിക്കുന്നത് പ്രത്യാശാബന്ധമാണ്. ഇത് ചെയ്യുന്നത് പ്രകട മനസ്സിലാണ്. അടുത്തത് ജീവിതാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന വിവിക്ത നിയുക്ത ബന്ധം. എന്താണ് വിവിക്തം? വിവിക്തം എന്ന് വെച്ചാൽ റിമോട്ട്. നിയുക്തം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മാത്രം തീരുമാനിക്കുന്നതല്ല, അത് ഉപരിവ്യവസ്ഥ കൂടെ തീരുമാനിക്കണം. നിയോഗം ഉണ്ട് അവിടെ. ആ നിയുക്ത ബന്ധം, വിവിക്തവും നിയുക്തവുമായ ബന്ധം ആണ് ഇനി വരാൻ പോകുന്ന ഒരവസ്ഥയെ ഭാവി ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞില്ലേ. അതിന് പകരം ഭാവി എന്നുള്ളൊരവസ്ഥ, നമ്മൾ ഭാവി എന്താണ് എന്നുള്ളൊരവസ്ഥ നമ്മളെ നിർണ്ണയിക്കുന്നത് ഈ വിവിക്ത നിയുക്ത ബന്ധമാണ്. അത് നമുക്ക് തരുന്നത് എന്താണ്? ജീവിതാനുഭവങ്ങൾ. നമുക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു അടി കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് പറ്റി. അതൊക്കെ പറ്റി എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചതാണ്. പക്ഷെ ഇത് നമ്മൾ നിൽക്കുന്നൊരവസ്ഥയിൽ, ആ പറ്റുന്നൊരവസ്ഥയിലേക്കുള്ള യാത്ര ഉണ്ടല്ലോ, ആ അവസ്ഥയെ ആവിഷ്കരിക്കുന്നത് ഈ വിവിക്ത നിയുക്ത ബന്ധമാണ്. ഇതിനെയാണ് നമ്മൾ പ്രതിമനസ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യം പറഞ്ഞു സഹജാവബോധം എന്ന് പറയുന്നതും ശിക്ഷിതാവബോധം എന്ന് പറയുന്നതിനെയും നമ്മൾ അവബോധ മനസ്സെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മറ്റേ സ്മൃതിബന്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഉപബോധം എന്ന് പറഞ്ഞു, ഉപബോധ മനസ്സെന്ന് പറഞ്ഞു. അതിനുശേഷം ഭാവനായുക്തികളുടെ തട്ടകമായ ജാഗ്രതാ ബന്ധം എന്ന് പറയുന്നതിന് നമ്മൾ ബോധമനസ്സെന്ന് പറഞ്ഞു. അതിനുശേഷം പെരുമാറ്റ കർമ്മരൂപങ്ങൾ ആവിഷ്കരിക്കുന്ന പ്രത്യാശ ബന്ധം എന്ന് പറയുന്നതിനെ നമ്മൾ പ്രകട മനസ്സെന്ന് പറഞ്ഞു. അതുപോലെ വിവിക്ത നിയുക്ത ബന്ധം ജീവിതാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ പ്രതിമനസ്സെന്ന് പറഞ്ഞു. ഈ മനസ്സുകളെയെല്ലാം കോർത്തിണക്കി നിർത്തുന്നത് ശരീരത്തിന്റെ ഒരു ആൽഗരിതമാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെ കാണുന്നു, ആ കാണുന്നതിനനുസരിച്ചാണ് എന്റെ വിശ്വാസങ്ങളെ ഞാൻ എടുക്കുന്നത്, അതിനനുസരിച്ചാണ് എന്റെ തഴക്കത്തെ ഞാൻ എടുക്കുന്നത്, അതിനനുസരിച്ചാണ് എന്റെ സഹജാവബോധത്തെ എടുക്കുന്നത്. അപ്പൊ ഇവയെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിലാണ് എന്റെ ഓരോ റെസ്പോൺസും. പെരുമാറ്റമാണെങ്കിലും ശരി, ചിന്തയാണെങ്കിലും ശരി, ഓർമ്മയാണെങ്കിലും ശരി, ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തിനനുസരിച്ചും ആ ഉണ്ടാകുന്ന കാര്യത്തിനനുസരിച്ചും. ഞാൻ ഒരു സുന്ദരമായ പൂവിനെ കണ്ടു. ആ പൂവിനെ കാണുന്ന സമയത്ത് എന്റെ ഉള്ളിലുള്ള എന്താ പറയുക, ആ സൗന്ദര്യ ബോധമാണ് പ്രവർത്തിക്കുക. അത് എന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക. അവിടെ സഹജാവബോധത്തിന് ഉള്ള പ്രസക്തി വളരെ കുറവാണ്. എന്റെ വിശ്വാസത്തിനനുസരിച്ച്, സഹജാവബോധത്തിനനുസരിച്ച് എല്ലാം പ്രവർത്തിക്കും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് കുറവായിരിക്കും. ഞാനൊരു പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അപ്പോ ആ ഇമ്പാക്ട് കൂടുതലാണെന്നുള്ളത് ഞാൻ എങ്ങനെയാണ് അറിയുക? ഒരു പൂവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതികരണമല്ല പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പൊ ഈ പ്രതികരണ വ്യതിയാനം എവിടെ നിന്നാണ് ഉണ്ടാവുക? ആ വ്യതിയാനം നമ്മുടെ ശാരീരിക കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാമ്പിനെ കണ്ട് പേടിച്ച് ഓടണമെങ്കിൽ എന്റെ ശരീരത്തിലെ പേശികളെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണം, ശക്തമായി പ്രവർത്തിക്കണം, ഉയർന്ന ഊർജം പ്രദാനം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ശരീര തലങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. ഈ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഒരു അനുകൂലമായ ഒരു ശാരീരിക കാലാവസ്ഥ ഉള്ളിലുണ്ടായി വരണം. ഈ ശാരീരിക കാലാവസ്ഥയാണ് നമ്മൾ വികാരം എന്ന് പറയുക. ആ വൈകാരിക ബന്ധം ഇതിന്റെ ഇടയിൽ ഉള്ളത് വഴിയാണ് നമ്മുടെ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നത്. വൈകാരിക ബന്ധം വഴിയാണ് ശാരീരികമായിട്ടുള്ള കാലാവസ്ഥയെ നമ്മൾ നിർണ്ണയിക്കുന്നത്. നമ്മളിപ്പോഴുള്ള പ്രവൃത്തി എന്ത് വേണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ശാരീരിക കാലാവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിന്റെ 5 തലങ്ങൾക്കിടയിലുള്ള കണക്ഷനും 5 തലങ്ങളിൽ 6 തലങ്ങൾ പറഞ്ഞു. 6 തലങ്ങളും 6 തലങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ്, ആ കണക്ഷനെയാണ് നമ്മൾ വൈകാരിക ബന്ധം എന്ന് പറഞ്ഞത്. ഈ കണക്ഷൻ എല്ലാം കൂടെ ചേർന്നിട്ടാണ് മനസ്സ് എന്ന് പറയുന്നത് സ്ഥിരത സമത്വവും ഉണ്ടാക്കുക.
ഇത് പറയുമ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയി. ഇത് ഇക്കോ സൈക്കോളജിയുടെ ഒരു വലിയ വിസ്തൃതമായിട്ടുള്ള ഏരിയയിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. ഇത് ഓരോന്നും എന്ത്, എങ്ങനെ, എവിടെ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് പിടികിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോൾ നമ്മളത് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇക്കോ സൈക്കോളജിയെ കുറിച്ചുള്ള പാഠങ്ങൾ പഴയ വീഡിയോകളായിട്ട് കിടക്കുന്നുണ്ട്. അവയെല്ലാം തപ്പി നോക്കിയാൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് ഒരു ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ മനസ്സിന്റെ ബന്ധങ്ങൾ ഈ വിധത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി, സൂചന തരാൻ വേണ്ടി മാത്രം സംസാരിച്ചതാണ്. അപ്പൊ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാനുള്ള ശ്രദ്ധ, താല്പര്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.